നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. SIR-മായി ബന്ധപ്പെട്ട പ്രത്യേക ഹെൽപ്പ് ഡെസ്കിന് ആലപ്പുഴ മണ്ഡലത്തിൽ ശനിയാഴ്ച തുടക്കമായി. നിരവധി ആളുകളാണ് ഫോം പൂരിപ്പിക്കുന്നതടക്കം സംശയങ്ങളുമായി സഹായ കേന്ദ്രത്തിൽ എത്തുന്നത്. സ്വകാര്യവൽക്കരണവും ബാങ്കുകളുടെ ലയനവുമാണ് ബാങ്കിംഗ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് H. സലാം MLA. നാഷണൽ ഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ചത് 195 നാമനിർദ്ദേശ പത്രിക എന്ന് അധികൃതർ. 101 പുരുഷന്മാരും 94 സ്ത്രീകളുമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സദൻ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. SIR-മായി ബന്ധപ്പെട്ട പ്രത്യേക ഹെൽപ്പ് ഡെസ്കിന് ആലപ്പുഴ മണ്ഡലത്തിൽ ശനിയാഴ്ച തുടക്കമായി. നിരവധി ആളുകളാണ് ഫോം പൂരിപ്പിക്കുന്നതടക്കം സംശയങ്ങളുമായി സഹായ കേന്ദ്രത്തിൽ എത്തുന്നത്. ബുധനാഴ്ച വരെയാണ് സഹായ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. SIR അഥവാ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. ആലപ്പുഴ മണ്ഡലത്തിൽ 8 ഇടങ്ങളിലായിട്ടാണ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം നടക്കുന്നത്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കൽ, മറ്റ് സംശയങ്ങളുടെ നിവാരണം, പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരികെ നൽകാനുള്ള സൗകര്യമടക്കം സഹായ കേന്ദ്രത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതായി അമ്പലപ്പുഴ തഹസിൽദാർ S. അൻവർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. BLOമാരിവിടെ വരാൻ നമ്മൾ ആവശ്യപ്പെട്ടനുസരിച്ച് അവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോംസ് കളക്ട് ചെയ്യാനും BLOമാരുടെ ഫോംസ് നമ്മുടെ ആപ്പിൽ എൻ്റർ ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. അപ്പം ചെയ്യാൻ പറ്റാത്ത BLOമാർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോം ഫില്ല് ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്കും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ സഹായ കേന്ദ്രങ്ങളിലും ടെക്നിക്കൽ അസിസ്റ്റന്റ്മാരുടെ സേവനവും വോട്ടർ പട്ടികകളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മണ്ഡലത്തിലെ സഹായ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ബുധനാഴ്ച വരെ ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. നിലവിൽ പ്രദേശത്തെ നിരവധി ആളുകളാണ് സഹായ കേന്ദ്രത്തിലെത്തി തങ്ങളുടെ സംശയ നിവാരണം നടത്തി മടങ്ങുന്നത്. സ്വകാര്യവൽക്കരണവും ബാങ്കുകളുടെ ലയനവുമാണ് ബാങ്കിംഗ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് അമ്പലപ്പുഴ MLA H. സലാം അഭിപ്രായപ്പെട്ടു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ചടയൻമുറി ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്വകാര്യവൽക്കരണവും ബാങ്കുകളുടെ ലയനവുമാണ് ബാങ്കിംഗ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് H. സലാം MLA അഭിപ്രായപ്പെട്ടു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സ്വകാര്യവൽക്കരണവും ബാങ്കുകളുടെ ലയനവുമാണ് ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു കാര്യം. അത് അടിസ്ഥാനമാക്കുന്നത് രാജ്യത്തെ സമ്പന്ന വർഗത്തിന് സഹായകമായി എങ്ങനെ ബാങ്കിംഗ് മേഖലയിൽ മാറ്റി തീർക്കാൻ കഴിയും എന്ന് ഇന്ത്യ സർക്കാർ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമായ പ്രശ്നം. നമ്മളെല്ലാം മനസ്സിലാക്കുന്ന പോലെ ബാങ്കിംഗ് മേഖല, ഇൻഷുറൻസ് മേഖല, മറ്റു പൊതുമേഖല മേഖലയിലെല്ലാം നോക്കിയാൽ അവിടെയെല്ലാം മോഡി സർക്കാരിൻ്റെ ഒരേ നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനം ഈ രാജ്യമോ ഈ രാജ്യത്തെ ജനങ്ങളോ അവർക്ക് നൽകേണ്ടതായ സേവനങ്ങളോ ഒന്നുമല്ല. സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങളല്ല ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും തീർത്തും ബാങ്കിംഗ് മേഖലയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും H. സലാം MLA കൂട്ടിച്ചേർത്തു. സംഘടനാ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി J. ദേവരാജൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡ് മെമ്പർ TT ജിസ്മോൻ മുഖ്യപ്രഭാഷണം നടത്തി. MP രാജീവ്, സുജിത് ചന്ദ്രൻ, R. അനിൽകുമാർ, R. ഉണ്ണികൃഷ്ണപിള്ള, R. രാജേഷ്, ഹരീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി J. R. നീൽ യോഗത്തിന് സ്വാഗതവും CB പ്രേംചന്ദ് നന്ദിയും പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ചത് 195 നാമനിർദ്ദേശ പത്രികകൾ എന്ന് അധികൃതർ പറഞ്ഞു. 101 പുരുഷന്മാരും 94 സ്ത്രീകളുമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ
വിവിധ ഡിവിഷനുകളിലേക്ക് ആകെ ലഭിച്ചത് 195 നാമനിർദ്ദേശ പത്രികകളെന്ന് അധികൃതർ പറഞ്ഞു. ഇതിൽ 101 എണ്ണം പുരുഷന്മാരുടെ പത്രികകളും 94 എണ്ണം സ്ത്രീകളുടെ പത്രികകളുമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് അവസാനിച്ചിരുന്നു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടന്നു. സ്ഥാനാർത്ഥിത്വം നവംബർ 24 വരെ പിൻവലിക്കാം. അതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക വ്യക്തമാകൂ എന്നും അധികൃതർ അറിയിച്ചു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സദേൺ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സദേൺ കേരള മദ്രസാധ്യാപക സമ്മേളനം നവംബർ 25-ന് ചൊവ്വാഴ്ച ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പാഠന രംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് സദേൺ കേരള കമ്മിറ്റി. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ SJM സദേൺ കേരള കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സദേൺ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം 25-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ PMSA ആറ്റക്കോയ തങ്ങൾ, ജനറൽ കൺവീനർ AK അബ്ദുൽ കബീർ അൻവരി, ഫിനാൻസ് സെക്രട്ടറി സുബൈർ ഹാഷിമി എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പഠനരംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് സദേൺ കേരള കമ്മിറ്റി. ഈ മാസം 25-ന് രാവിലെ 9 മുതൽ ആലപ്പുഴ ജാമിയ ഹാഷിമിയ ക്യാമ്പസിലെ കട്ടിപ്പാറ ഉസ്താദ് നഗറിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥ കേന്ദ്ര മുഷാവറ മെമ്പർ ത്വാഹ മുസ്ലിയാർ കായംകുളം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് PMSA ആറ്റക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ മഖാം സിയാറത്തിന് നേതൃത്വം നൽകും. ഉദ്ഘാടന യോഗത്തിൽ സയ്യിദ് PMSA ആറ്റക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും. AK അബ്ദുൽ കബീർ അൻവരി സ്വാഗതം പറയും. വിവിധ സുന്നി സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. അധ്യാപനം സേവനമാണെന്ന വിഷയത്തിൽ SJM സ്റ്റേറ്റ് സെക്രട്ടറി സുലൈമാൻ സക്കാഫി കുഞ്ഞുകുളം പ്രമേയാവതരണം നടത്തും. SJM വൈസ് പ്രസിഡന്റ് KP തങ്ങൾ കാവനൂർ, അബ്ദുൽ കരീം സക്കാഫി ഇടുക്കി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ നുജുമുദ്ദീൻ അമാനി കൊല്ലം അധ്യക്ഷത വഹിക്കും. സദേൺ കേരള ജനറൽ കൺവീനർ അബ്ദുൾ റഷീദ് മുസ്ലിയാർ മുണ്ടക്കയം സ്വാഗതം പറയും. സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി പാലക്കാട് ആമുഖ പ്രഭാഷണം നടത്തും. PK മുഹമ്മദ് ബാദിഷാ സക്കാഫി ചന്ദരൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സക്കാഫി കൊല്ലം പ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. SSF ആലപ്പുഴ ജില്ലാ ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് ഗാല ഞായറാഴ്ച ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ 2026 ജനുവരി 1 മുതൽ 17 വരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് SSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനമായ സ്റ്റുഡൻസ് ഗാല ഈ മാസം 23 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ലജനത്തുൽ മുഹമ്മദിയ ഗ്രാൻഡ് ഹാളിൽ നടക്കുമെന്ന് ഹയർ സെക്കൻഡറി ജില്ലാ സെക്രട്ടറി ഹംദുള്ള, ക്യാമ്പസ് സെക്രട്ടറി മുഹമ്മദ് റുബൈസ്, മുഹമ്മദ് മുബാറക് എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSF ആലപ്പുഴ ജില്ലാ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഗാല നാളെ ആലപ്പുഴയിൽ നടക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ 2026 ജനുവരി 1 മുതൽ 17 വരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് SSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സ്റ്റുഡൻസ് ഗാല നവംബർ 23 ഞായറാഴ്ച 9 മണിക്ക് ലജ്നത്ത് ഗ്രാൻഡ് ഹാളിൽ നടക്കും. ജില്ലയിലെ 7 ഡിവിഷനുകളിൽ നിന്നായി 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നോ ക്യാപ് ഇറ്റ്സ് ടുമോറോ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ജില്ലയിലെ 7 ഡിവിഷനുകളിൽ നിന്നായി 500-ലധികം വിദ്യാർത്ഥികൾ ഗാലയിൽ പങ്കെടുക്കും. നോ ക്യാപ്സ് ഇറ്റ്സ് ടുമോറോ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്.
ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലയിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമി രംഗത്തെ പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ത്വാഹ മുസ്ലിയാർ കായംകുളം ഗാല ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൌമി, മുഹമ്മദ് കാസിം ബഷീർ, മുഹമ്മദ് അനസ് അമാനി തളിപ്പറമ്പ്, SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ കലാകായിക മത്സരങ്ങൾ കൂടി ഗാലയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം 24 മുതൽ 28 വരെ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ലിയോത്തഡിൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 24 മുതൽ 28 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 വേദികളിലായി 8000-ഓളം വിദ്യാർത്ഥികൾ 5 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. നഗരത്തിലെ ലിയോത്തഡിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളാണ് പ്രധാന വേദി. മത്സരവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഈ മാസം 22-ന് ലിയോത്തഡിൻ ഹൈസ്കൂളിൽ നടക്കും. 24-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങ് ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. ലിയോത്തഡിൻ HS, ലിയോത്തഡിൻ LP, കർമ്മസദൻ ഹാൾ, മുഹമ്മദൻസ് ഗേൾസ് HSS, മുഹമ്മദൻസ് ബോയ്സ് HSS ഹാൾ, മുഹമ്മദൻസ് LPS, സെയിന്റ് ആന്റണീസ് HS, TD HSS, സെയിന്റ് ആന്റണീസ് LPS, സെയിന്റ് ജോസഫ്സ് LPS എന്നിവിടങ്ങളിലായി വേദികൾ ഒരുക്കിയത്. മത്സരത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം CMSLP കോമ്പൗണ്ട് സ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയായതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, ER ഉദയകുമാർ, അനസം അഷ്റഫ്, DR സജിത് ലാൽ, R രാധാകൃഷ്ണ പൈ, മീരാദാസ്, രാഹുൽ ബാനു എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവം നമ്മുടെ ഈ മാസം 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടക്കുകയാണ്. ഏകദേശം 10ഓളം വേദികളിൽ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. 8000-ഓളം വിദ്യാർത്ഥികൾ ഈ 5 ദിവസങ്ങളിലായി നമ്മുടെ ഈ കലാമാമാങ്കത്തിന് മത്സരാർത്ഥികളാകും. ലിയോത്തഡിൻ സ്കൂൾ പ്രധാന വേദിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 22-ാം തീയതിയാണ് രജിസ്ട്രേഷൻ ലിയോത്തഡിൻ സ്കൂളിൽ വെച്ച് നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SIR-മായി ബന്ധപ്പെട്ട പ്രത്യേക ഹെൽപ്പ് ഡെസ്കിന് ആലപ്പുഴ മണ്ഡലത്തിൽ ശനിയാഴ്ച തുടക്കമായി. നിരവധി ആളുകളാണ് ഫോം പൂരിപ്പിക്കുന്നതടക്കം സംശയങ്ങളുമായി സഹായ കേന്ദ്രത്തിൽ എത്തുന്നത്. സ്വകാര്യവൽക്കരണവും ബാങ്കുകളുടെ ലയനവുമാണ് ബാങ്കിംഗ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് H. സലാം MLA. നാഷണൽ ഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിച്ചത് 195 നാമനിർദ്ദേശ പത്രിക എന്ന് അധികൃതർ. 101 പുരുഷന്മാരും 94 സ്ത്രീകളുമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സദൻ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.